ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾ തെളിവായി ഉദ്ധരിക്കുന്നത് ഈ ആയത്തിനുള്ള ഈ ഒരു വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇനി അള്ളാഹ് പറഞ്ഞു വലാ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതനുസരിച്ചാണ് നിങ്ങൾക്ക് പ്രതിഫലം തരണല്ലേ. അപ്പോൾ എന്താണ് ആ പ്രതിഫലം? വിശ്വാസികൾക്ക് എന്ത്, അവിശ്വാസികൾക്ക് എന്ത്, പുണ്യാളന്മാർക്ക് എന്ത്, കുറ്റവാളികൾക്ക് എന്ത്, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി പറയുന്നത്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ജന്നയാണ് പറയുന്നത്. ഇന്ന തീർച്ചയായും, അസ്ഹാബൽ ജന്ന. എന്താ അസ്ഹാബുൽ ജന്ന? എന്താ ഈ അസ്ഹാബ്? അസ്ഹാബിന് പല അർത്ഥം വരൂലേ? അസ്ഹാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസക്കാർ എന്ന് പറയും. അതാണ് അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിലെ പാർക്കുന്നവർ, സ്വർഗത്തിൻ്റെ ആളുകൾ, താമസക്കാർ. അസ്ഹാബ് എന്ന് പറയും കാവൽക്കാർക്ക്. എവിടെയാണ് പറഞ്ഞത്? വമാ ജഅൽനാ അസ്ഹാബന്നാരി ഇല്ലാ മലായിക. മുദ്ദസിർ. വമാ ജഅൽനാ അസ്ഹാബന്നാർ, അസ്ഹാബുന്നാറിനെ നാം ആക്കിയിട്ടില്ല ഇല്ലാ മലായിക, മലക്കുകളല്ലാതെ. എന്തിനാണ് പറഞ്ഞത്? മലക്കിന് അലൈഹ 19 നരകത്തിന് 19 പാറാവുകാരുണ്ട്, കാവൽക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിഫ്സാസ്ലമ തങ്ങളെ കളിയാക്കിയിട്ട് പറയണത് 19 അല്ലേ കാവൽക്കാർ. അപ്പം നമ്മൾ കുറേശ്ശികൾ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അബൂജാലിനെ പോലുള്ളവർ പറയുന്ന ഒരു 17 ആളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ബാക്കിയുള്ളവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി എന്നിട്ട് എന്ത് ചെയ്തു? അവർ അതിനെ പരിഹസിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകളല്ല. പിന്നെ ഒമാ ജഅൽനാ അസ്ഹാബന്നാർ, നരകത്തിൻ്റെ അസ്ഹാബിനെ, കാവൽക്കാരെ, നരകം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരെ നാം ആക്കിയത് ഇല്ലാ മലായികത്തൻ. ആരെയാണ് ആക്കിയത്? മലക്കുകളെയാണ് ആക്കിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അസ്ഹാബ് എന്ന് പറഞ്ഞെങ്കിൽ കാവൽക്കാർ, ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരെന്ന അർത്ഥത്തിലാണ്. അതേപോലെ കൂട്ടുകാരെന്നുള്ള അർത്ഥത്തിൽ അസ്ഹാബ് വരും. എവിടെ പറഞ്ഞത്? ഇത് യഖൂലു ലി സാഹിബിഹി ആണ്, സാഹിബ് അസ്ഹാബ്. ഇവിടെ ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗത്തിൻ്റെ അസ്ഹാബ്, സ്വർഗത്തിൻ്റെ താമസക്കാർ, സ്വർഗത്തിൻ്റെ ആളുകൾ. അല്യവും, അല്യവും എന്ന് പറഞ്ഞാൽ പരലോകത്ത് ഇന്നേ ദിവസം. ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. എന്താ ഫീ ശുഗ്ൽ? ശുഗ്ൽ എന്താ? ശുഗ്ലിൻ എന്നാണ് പറഞ്ഞത്. ശുഗ്ലിൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളാണ്, കർമ്മങ്ങളാണ്. പ്രവൃത്തികൾ, കർമ്മങ്ങൾ, അത് കുറേ കർമ്മങ്ങൾ എന്നുള്ള അർത്ഥം കിട്ടാനാണ് ഈ ഫി ശുഗ്ലിൻ. ശുഗ്ലിൻ പ്രവൃത്തികളിൽ, കർമ്മങ്ങളിൽ. ഫാകിഹൂൻ, ഫാകിഹൂൻ എന്നാണ്, ഫാകിഹൂൻ എന്നാ അതെ. ഇപ്പോൾ ഫാക്കിഹ് എന്ന് പറയും, ഫക്കീഹ് എന്നൊക്കെ പറയും. ഫാകിഹൂൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക? നമുക്ക് സുഖം ഉണ്ടാകുക, ക്ഷീണം ഉണ്ടാകുക, ദുഃഖം ഉണ്ടാകുക ദുനിയാവിൽ. ഇവിടെ ഇന്ന അസ്ഹാബൽ ജന്നത്തിലെയും, ഇന്നേ ദിവസം അസ്ഹാബുൽ ജന്ന ഫീ ശുഗ്ലിൻ, ജോലികളിലാണ്, പ്രവൃത്തികളിലാണ്, കുറേ വർക്കുകളിലാണ്. കുറേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക? ക്ഷീണമാണ്. ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ റസൂൽ അവിടെ വീട്ടിലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ഇങ്ങനെ വജിൽ കണ്ടു, വജിമ് കണ്ടോ, അങ്ങനെ പ്രയോഗം. ഈ പിന്നെ തഴമ്പായിട്ട് നീരുണ്ടാവില്ലേ, എന്താ പറയുക, പുളവും അറിയില്ല നമ്മൾ, അതാ കാണിക്കണേ. അപ്പോൾ അവർ ഈ ആസുകല്ലിൽ ഇങ്ങനെ മാവരച്ചിട്ട് കയ്യിൽ തയമ്പ് എന്നതാണ് കാണിക്കുന്നത്. ചില റിപ്പോർട്ടുകളിൽ അവർ പിന്നെ വെള്ളം കോരിയിട്ട് ക്ഷീണിച്ചതും അത് അവരുടെ മുഖക്കാന്തി പോയതൊക്കെ പറയുന്നുണ്ട്. അലി റളിയല്ലാഹുവിനോട് സങ്കടപ്പെട്ടത്, തയമ്പ് കണ്ടില്ലേ, അതേപോലെ തന്നെ ഞാൻ വെള്ളം കോരിയിട്ട് എനിക്ക് ക്ഷീണം കണ്ടില്ല എന്ന് പറയുമ്പോൾ അലി റളിയല്ലാഹു പറയുന്നുണ്ട് ഇതാണ് ഞാൻ വിറകേറ്റിയിട്ട് കണ്ടില്ല എനിക്ക് അടയാളം വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാരാ? നമ്മൾ പിന്നെ ഈ കുപ്പിപ്പാട്ടിലും ചില്ലുപാട്ടിലും കേൾക്കും ഫാത്തിമ ബി 10 വെറ്റാൽ 1 വെറ്റ മേനിയും. ഫാത്തിമ അങ്ങനെ 10 വെറ്റിട്ടുണ്ടെങ്കിൽ 1 വെറ്റ മേനിയാ? ഫാത്തിമ റളിയല്ലാഹു തആല വീട്ടിൽ ജോലി ചെയ്തിട്ടാണ് തയമ്പ്. ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയ ഓരോ കൃത്രിമ കുപ്പിപ്പാട്ടും ചില്ലുപാട്ടും ഒക്കെയാണത്. ഏതായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലിക്ക് എന്താ ഉണ്ടാകുക? ക്ഷീണം ഉണ്ടാകുക, അവശത ഉണ്ടാകുക. പക്ഷേ സ്വർഗത്തിൽ അതാണ്. സ്വർഗവാസികൾ പലവിധ പ്രവർത്തനങ്ങളിലാണ്, വർക്കിലാണ്. പക്ഷേ അതൊന്നും അവർക്ക് എന്തല്ല നൽകുന്നത്? ക്ഷീണമല്ല. പിന്നെ അത് അവർക്ക് നൽകുന്നത് എന്താണ്? ഫാകിഹൂൻ, സുഖമാണ്, ആസ്വാദനമാണ്. ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗത്തിൻ്റെ അസ്ഹാബ്, അല്യവും ഇന്നേ ദിവസം, ഫീ ശുഗ്ലിൻ, വിവിധ ശുഗ്ലുകളിൽ, ഫാകിഹൂൻ, സുഖാസ്വാദനമുള്ളവരാണ്, സുഖാസ്വാദനമുള്ള. അതിൽ ചിലർ ഇത് സ്ത്രീകളെ പ്രാപിക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ, സ്വർഗീയ സ്ത്രീകളെ, ഇണകളെ സമീപിക്കലാണ്. പക്ഷേ അതും അവർക്ക് തളർച്ചയോ ക്ഷീണമോ അല്ല, പിന്നെ അതവർക്ക്
പിന്നെ സുഖദായകമാണ്. സ്വർഗത്തിൽ അത് മാത്രമൊന്നുമല്ല. സ്വർഗത്തിൽ ഇപ്പോൾ ഒരു ഹദീസിൽ കാണാം, എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗത്തിൻ്റെ ആളുകൾ എന്ത് ചെയ്യും? സൂക്കിൽ പോകുന്നതാണ്. സ്വർഗത്തിൽ സൂക്കിൽ പോകും. അല്ലാഹുമ്മ നസ്അലുക്കൽ ജന്ന. അപ്പോൾ അവരുടെ നേരെ റീഹു ഷിമാൽ അടിച്ചു വീശുമെന്നാണ്. റീഹു ഷിമാൽ, വടക്കൻ കാറ്റ് അടിച്ചു വീശും. അതിന് മിസ്കിൻ്റെ നറുമണായിരിക്കും. അപ്പോൾ ഈ കാറ്റൊക്കെ ഏറ്റിട്ട് വരുമ്പോൾ നമുക്കൊക്കെ എന്താ ഉണ്ടാകുക? ഒരു കിലോമീറ്റർ നടന്നിട്ട് നമ്മൾ വരുമ്പോഴത്തിന് പോയ മൂന്തല്ല വരുമ്പോൾ ഉണ്ടാകുക, പൊടിയും ഇതൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങനെയല്ല. സ്വർഗത്തിൽ റീഹു ഷിമാലേറ്റ് മിസ്ക് അടിച്ചിട്ട് വരുമ്പോൾ അത് അവർക്ക് ജാദഹും, അവർക്ക് പിന്നെ അത് ഭംഗി കൂട്ടുമെന്നാണ്, ജമാല് കൂട്ടുമെന്നാണ്. അപ്പോൾ അവരെ യാത്രയാക്കിയ അവരുടെ ഇണകൾ പറയുമെന്നാണ്, നിങ്ങൾ പോയതിലേറെ ഭംഗിയിലാണല്ലോ ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. അപ്പോൾ വരുന്നവർ പറയുമെന്നാണ്, ഞങ്ങൾ പോയപ്പോഴുള്ള ഭംഗിയേക്കാൾ കൂടുതലാണ് നിങ്ങൾക്ക് ഭംഗി എന്ന് പറയുന്നതാണ്. അപ്പോൾ പിന്നെന്താണ്, സ്വർഗത്തിൽ എന്തുണ്ട്? ഇതൊക്കെ ഉണ്ട്. സൂക്കിൽ പോവുക. അതേപോലെ തന്നെ ഒരു സഹാബിയൊക്കെ ഉണ്ട് റസൂലുള്ളാഹിനോട്, റസൂലെ സ്വർഗത്തിൽ കുതിരണ്ട്, എനിക്ക് കുതിരനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട് നിനക്ക് സ്വർഗത്തിൽ കുതിര ഉണ്ടാകും. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് ഒട്ടകം ഉണ്ടാകുമെന്ന്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട് സ്വർഗത്തിൽ നീ എന്താണോ ഇച്ഛിക്കുന്നത് അതൊക്കെ നിനക്ക് ഉണ്ടാകുമെന്ന്. അപ്പോൾ സ്വർഗത്തിൽ വെറും ഈ പിന്നെ ലൈംഗിക ചേഷ്ടകൾ, രതിക്രീഡകൾ മാത്രമല്ല, പിന്നെ സ്വർഗത്തിൽ ഓരോരുത്തർക്കും പിന്നെ അവരുടേതായ പിന്നെ ആവശ്യങ്ങൾ, താല്പര്യങ്ങൾ അതെന്തുണ്ടോ. ചിലർ കൃഷി ഇറക്കണതിനെ കുറിച്ച് ചോദിച്ചില്ലേ, സ്വർഗത്തിൽ കൃഷി ഇറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലേ. ഏതായാലും ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ, പക്ഷേ ശുഗ്ൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തില്ല, ക്ഷീണമല്ല, ക്ലേശതല്ല. പിന്നെയോ ഫാക്കിഹൂൻ, ഫാക്കിഹൂൻ എന്നാണ് എന്താ, അവർ സുഖത്തിലായിരിക്കും, ആസ്വാദനത്തിലായിരിക്കും എന്നുള്ളതാണ്. റജുലുൻ ഫക്കീഹ് എന്ന് പറയും. ഫക്കീഹുൻ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിൽ രസകരമായ ഭക്ഷണം ഉണ്ട്, അതിന് ഫക്കീഹ് എന്ന് പറയും. അതേപോലെ തന്നെ പിന്നെ പഴങ്ങൾക്ക് മൊത്തത്തിൽ ഫാക്കിഹ എന്ന് പറയും. ഫാക്കിഹ കാരണം എന്താ, പഴവർഗ്ഗങ്ങൾ നമ്മളെന്താണ് ഒരു ചോറൊക്കെ തിന്നും പോലെയാണ് പഴം തിന്ന അല്ല, പിന്നെ അതൊരു വേറെ ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള കഴിക്കലാണ്. ആളുകളെ കുറിച്ച് പറയും റജുലുൻ ഫക്കീഹ്. എന്താ റജുലുൻ ഫക്കീഹ് എന്നാണ്? ഈ രസികന്മാർ അല്ലേ, രസികന്മാർക്ക് പറയും ഫക്കീഹ് എന്ന്. ജുഹ അതേപോലെ തന്നെ നസറുദ്ദീൻ ഖ്വാജ ഒക്കെ അല്ലേ, ഒരിക്കൽ ജുഹ മകനോട് പറയുന്നത് ഗ്ലാസ് പൊട്ടിക്കരുത് എന്ന്, എന്നിട്ട് അടിക്കുകയാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ് ഗ്ലാസ് പൊട്ടിച്ചിട്ടില്ലല്ലോ, അതിന് മുമ്പ് ഇതിനെ അടിക്കണമെന്ന്. അപ്പോൾ ജുഹ പറയണമെന്ന്, പൊട്ടിച്ചിട്ട് അടിച്ചിട്ട് എന്താ കാര്യം, പൊട്ടിയ ഗ്ലാസ് തിരിച്ചു വരുമല്ലോ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് തന്നെ തല്ലുകയാണെന്ന് പറഞ്ഞത്. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യും, ഫക്കീഹ് എന്ന് പറയും. ഫക്കീഹ്, അസ്തഗ്ഫിറുല്ലാഹ്. നമ്മളത് അയാൾ ഉദ്ധരിച്ച എഴുതിയോണ്ടാണ്. അതില്ല എങ്കിൽ ഈ ജുഹ എന്ന് പറയുന്നതുണ്ടല്ലോ, 2-ാം നൂറ്റാണ്ടുകാരനാണ് ജുഹ. ദുജൈൻ ഇബ്നു സാബിത്ത് അൽ യർബൂഇ എന്നാണ് ഈ ജുഹക്ക് പറയുക. അയാളിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു രസികനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട കഥകളൊക്കെ, ഉണ്ടാക്കിയ കഥകളൊക്കെ അതൊക്കെ ജുഹാൻ്റെതാണ് എന്നുള്ളത് പറയാൻ പ്രയാസമാണ്. ഫാക്കിഹൂൻ, ഫക്കീഹ് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് തമാശക്കാരൻ, രസികൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഈ ഞാൻ ദുഅബുൽ ഖുസായി അതേപോലെ ഷെയ്ത്താനേനി ഷീ പക്ഷപാതിയായിരുന്നു ഒരു ഷെയ്ഖ്. മൂപ്പര് പിന്നെ മരിക്കുമ്പോൾ വസിയത്ത് എഴുതിയെന്നാണ്. ജീവിച്ചിരിക്കുമ്പോഴും ഇങ്ങനെ ഒരു വടക്കായിരുന്നു. മരിക്കുമ്പോൾ മൂപ്പര് എന്ത് ചെയ്ത് വസിയത്ത് എഴുതി, ഞാൻ മരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നജ്ഫിൽ അഹ്ലുൽ ബൈത്തിനെ മറമാടുന്ന മക്ബറയുടെ ഗേറ്റിങ്ങിൽ എന്നെ മറമാടണം എന്നാണ്. അഹ്ലുൽ ബൈത്ത് തന്നെ നബി കുടുംബത്തെ മറമാടുന്ന മക്ബറ ഉണ്ടായിരുന്നു നജ്ഫിൽ. അതിൽ ആ മക്ബറിൻ്റെ വാതിലിൽ എന്നെ മറമാടണം ദോബൽ. എന്നിട്ട് കബറും പുറത്ത് എഴുതിയേക്കണം വക്കെൽബുഹും ബാസിത്തും ദിറാഇഹി ബിൽ വസീദ്. ആ കബറിൻ്റെ പുറത്ത് എഴുതിയേക്കണം എന്ത്, വക്കെൽബുഹും ബാസിത്തും ദിറാഇഹി ബിൽ വസീദ്. എന്താ, അവരുടെ പട്ടി വാതിൽക്കൽ വസീദിൽ പിന്നെ ബാസിത്തുൻ ദിറാഇഹിയാണ് എന്ന്. അപ്പോൾ അഹ്ലുൽ ബൈത്തിൻ്റെ ഒരു പട്ടിയായിട്ട് എനിക്ക് കഴിഞ്ഞാൽ മതി മരിച്ചാലും എന്നുള്ള അർത്ഥത്തിലും ഇത് പറഞ്ഞു എന്നാണ് വസിയ്യത്ത്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ഫി സ്വലാത്തി ലശുഗ്ല. ശുഗ്ൽ എന്ന് പറഞ്ഞാൽ ചിലർ ഈ ശുഗ്ൽ എന്നുള്ളതിന് വെറും ലൈംഗിക ചേഷ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ എന്തല്ല, ഒരു കൃത്യമല്ല. ശുഗ്ൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പിന്നെ പ്രവൃത്തികൾ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹബശയിലേക്ക് അദ്ദേഹം ഹിജറ പോയി. ഹബശയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് പറയുമായിരുന്നു. അടുത്തുള്ളവനോടൊക്കെ സലാം പറയുമായിരുന്നു. ആരെങ്കിലും വന്ന് സലാം പറഞ്ഞെങ്കിൽ സലാം മടക്കായിരുന്നു നിസ്കാരത്തിൽ ആദ്യകാലത്ത്.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹബശയിലേക്ക് ഹിജ്റ പോയിട്ട് പിന്നീട് മടങ്ങി വരുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ്. അപ്പോൾ മുൻ പരിചയപ്രകാരം ഉണ്ടല്ലോ, അനുഭവപ്രകാരം വന്നിട്ട് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞ് സലാം അലൈക്കും യാ റസൂലല്ലാഹ്. അപ്പോൾ റസൂലൊന്നും മടക്കിയില്ല, മടക്കാന്ന് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞിട്ട് മടക്കിയില്ല. അപ്പോൾ ഇബ്നു മസ്ഊദിന് ആകെ ടെൻഷന്, ബേജാറ്. സലാം വീട്ടിയിട്ട് റസൂലുള്ളാഹിനോട് റസൂലെ ഞങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് നിങ്ങൾ മടക്കിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ് ഇന്ന ഫി സ്വലാത്തി ലശുഗുലാന്ന്. നിസ്കാരത്തിൽ എന്ത് പാടുള്ളതല്ല, സംസാരിക്കൽ പാടുള്ളതല്ല, ആവശ്യങ്ങൾ പറയുക എന്നുള്ളത് പാടുള്ളതല്ല. നിസ്കാരത്തിൽ ലശുഗുല, നിസ്കാരത്തിൽ എന്തുണ്ട്? നിസ്കാരത്തെ വ്യാപൃതമാക്കുന്ന കാര്യങ്ങളുണ്ട്, ശുഗുലുകളുണ്ട്. അതെന്താ എന്താ നിസ്കാരത്തിലെ ശുഗുലുകൾ? ഖുർആനോത്ത്, തസ്ബീഹുകൾ, നിസ്കാരത്തിലെ ദുആവുകൾ, സലാത്ത്, ഇതൊക്കെ അല്ലേ? ആ ശുഗുലുകളൊക്കെ ഉണ്ട് നിസ്കാരത്തിൽ. അവിടെ സലാം അടക്കുക, ആവശ്യം പറയുക തുടങ്ങിയ കാര്യങ്ങളല്ല എന്ന് പറയണ്ടായി. അതാണ് ശുഗുൽ. ഒരു കവിത ഉണ്ട്, ഫിൽ അഹ്ലി ശുഗുലുൻ വഫിൽ ഔലാദി മൻഖസതുൻ വല്ലാഹു ഫർദുൻ യുഹിബ്ബുൽ ഫർദ ഫൻഫരിദു ഇൻ കുൻത മുൻഫരിദൻ ഫല്ലൈസു മുൻഫരിദുൻ വസൈഫു മുൻഫരിദുൻ വൽബദ്റു മുൻഫരിദു എന്നാണ് കവിത. ഒരു രസമുള്ള കവിതയാണ്. എന്താ? ഫിൽ അഹ്ലി ശുഗുലുൻ, ഭാര്യ ഉണ്ട് എങ്കിൽ ശുഗുലുൻ എന്താ? ആ ഭാര്യൻ്റെ വിഷയത്തിൽ കുറേ ശുഗലുകളാണ്. വഫിൽ ഔലാദി മൻഖസത്തുൻ, മക്കളുണ്ട് എങ്കിലോ നമുക്ക് കുറേ കുറവുകളാണ്. അതുകൊണ്ട് അള്ളാഹു ഫർദുൻ യുഹിബ്ബുൽ ഫർദ ഫൻഫരിദു, അള്ളാഹു ഫർദാണ്, ഏകനാണ്. അള്ളാഹു ഏകത്വം അത് ഇഷ്ടപ്പെടുന്നു, ഫർദിനെ ഇഷ്ടപ്പെടുന്നു. ഫൻഫരിദു, അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്തോളി, ഫാമിലി ഒന്നും വേണ്ട, എല്ലാവരും ബാച്ചിലേഴ്സ് ആയിട്ട് കഴിഞ്ഞോളി എന്നാണ്. എന്നിട്ട് പറയുകയാണ് ഇൻകുൻത മുൻഫരിദൻ, നീ തനിച്ചാണ് എങ്കിൽ ഫല്ലൈസു മുൻഫരിദുൻ, പെൺസിംഹങ്ങൾക്കൂടെ കൂട്ടത്തിൽ എത്ര ആൺസിംഹം ഉണ്ടാകുക? കുറേ പെൺസിംഹങ്ങളുണ്ടെങ്കിൽ എത്ര ആൺസിംഹം ഉണ്ടാകുക? ഒരാൺസിംഹം ഉണ്ടാകുക. ഫല്ലൈസ്, ആൺസിംഹം മുൻഫരിദുൻ ഒന്നാണ്. വസൈഫു മുൻഫരിദുൻ, ഒരു വാളുറയിൽ എത്ര വാളുണ്ടാകുക? ഒരു വാളുണ്ടാകുക. വൽബദ്റു മുൻഫരിദുൻ, മാനത്ത് എത്ര നക്ഷത്രാദികളുണ്ട്, പക്ഷേ ബദർ എത്രയുള്ളത്? ഒന്നാണുള്ളത്. അതുകൊണ്ട് നമ്മൾ കുടുംബമൊന്നുമില്ലാതെ ഒറ്റക്കായി വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആകണ്ട എന്നാണ് കവി പറയുന്നത്. അതിൽ ഫിൽ അഹ്ലി ശുഗുലുൻ വൽ ഫിൽ ഔലാദി മൻഖസത്തുൻ എന്ന് പറഞ്ഞിട്ട് കവിത പറയണം. ഏതായാലും ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ശുഗുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ശുഗുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമൊന്നുമല്ല, പല പ്രവൃത്തികൾക്ക് ശുഗുൽ എന്ന് പറയും എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തഫ്സീർ ഈ ആയത്തിൻ്റെ വിഷയം ചില വിഷയങ്ങളിൽ മാത്രം പരിമിതമാക്കിയിട്ട് അത് സ്വർഗീയ സ്ത്രീകളോടുള്ള സ്വർഗാർഹരുടെ ചില പ്രവൃത്തികളായിട്ട് മാത്രം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശുഗുൽ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ അതിൽ പരിമിതപ്പെടുത്തേണ്ട എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ